പച്ചക്കറികളല്ലെങ്കിൽ കറിക്കൂട്ട് ചേർക്കുന്നതിന് മുമ്പ് എണ്ണ നന്നായി ചൂടാക്കുക. നിറം മാറുന്നതുവരെ ഫ്രൈ ചെയ്യുക. ചട്ടിയിൽ മസാല പറ്റിയിട്ടുണ്ടെങ്കിൽ ഓയിൽ ചേർക്കുക. പക്കോട ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചൂടുള്ള എണ്ണയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മസാല പൊടിക്കുന്നതിന് തേങ്ങ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ നേരം വറുക്കരുത്. നിങ്ങൾ ഉരുളക്കിഴങ്ങിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലായ്പ്പോഴും ഉരുളക്കിഴങ്ങ് മുൻകൂട്ടി നന്നായി തിളപ്പിച്ച് തണുപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. അവ ഹ്രസ്വ സമയത്തേക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാൻ കഴിയുമെങ്കിൽ നന്നായിരിക്കും. പൂരിയ പരത്തിയ ശേഷം നന്നായി കഴുകിയ നനഞ്ഞ തുണികൾക്കിടയിൽ 1/2 മണിക്കൂർ വയ്ക്കുക. വളരെ സോഫ്റ്റ് ആകും. പൂരി കൂടുതൽ രുചികരമാക്കുവാൻ ഗോതമ്പ് മാവിൽ അല്പം അരിമാവ് ചേർക്കുക. പക്കോടകൾ തയ്യാറാക്കുമ്പോൾ മാവ് അല്പം കോൺഫ്ലോർ ചേർത്താൽ രുചികരമാകും. നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കി പതിവിലും അല്പം കൂടുതൽ എണ്ണ ചേർക്കുക. മുട്ടയടിച്ച് ഒരു നാൽക്കവല ഉപയോഗിച്ച് ഇളക്കുക. ഇതുവഴി ഓംലെറ്റിൽ കൂടുതൽ വായു കടന്നു പോകുന്നു. ഇത് ഭാരം കുറഞ്ഞതും മൃദുവുമാക്കുന്നു. ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം അല്പം ഉപ്പ് വിതറുക. അതുവഴി അത് എല്ലായിടത്തും തെറിച്ചു പോകില്ല. മീനും ഇറച്ചിയും പോലെ കൊഴുപ്പ് അടങ്ങിയവ പാചകം ചെയ്യുമ്പോൾ വലിയ ആഴത്തിലുള്ള പാൻ തിരഞ്ഞെടുക്കുക. തെറിക്കാതെ വേഗത്തിൽ വറുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും.